LSS പരീക്ഷ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ടീച്ചർ സൈക്കിളുകൾ സമ്മാനം നൽകി. കുറ്റ്യാടിയിലെ കള്ളാട് LP സ്കൂളിലെ ബീന ടീച്ചറാണ് സ്വന്തം ചെലവിൽ 10 സൈക്കിളുകൾ വാങ്ങി വിദ്യാർത്ഥികൾക്ക് നൽകിയത്. കാണാം. മരുതോങ്കര പഞ്ചായത്തിലെ കള്ളാട് LP സ്കൂൾ. കഴിഞ്ഞ വർഷം സ്കൂളിൽ 4ാം ക്ലാസ്സിലെ കുറച്ച് വിദ്യാർത്ഥികൾ LSS പരീക്ഷ എഴുതി. പരീക്ഷയ്ക്കായി തയ്യാറെടുത്തപ്പോൾ തന്നെ വിജയിക്കുന്നവർക്ക് സമ്മാനമായി തന്റെ വക സൈക്കിൾ വാങ്ങി നൽകുമെന്ന് സ്കൂളിലെ ബീന ടീച്ചർ പറഞ്ഞു. കുട്ടികളിൽ പിന്നെ പഠിക്കാൻ വാശിയേറി. ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് അവർ പരീക്ഷ എഴുതി. പരീക്ഷയിൽ 10 പേർ വിജയിച്ചു. മികച്ച വിജയം സ്കൂളും കരസ്ഥമാക്കി. റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞ വാക്ക് ടീച്ചറും പാലിച്ചു. 10 വിദ്യാർത്ഥികൾക്കും അടിപൊളി സൈക്കിൾ തന്നെ സമ്മാനമായി നൽകി. മക്കൾക്ക് നൽകിയ ഒരു വാഗ്ദാനമാണ്. LSS നേടുന്ന മക്കൾക്ക് ഇവിടെ മാഷ പേരിൽ സൈക്കിൾ തരും. അതിനുശേഷം അവർ നല്ലോണം ഒന്നുകൂടി അധ്വാനിച്ച് ആ വിജയം കൈവരിക്കുകയും ചെയ്തു. സ്കൂളിൽ വെച്ച് നടന്ന അനുമോദന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സൈക്കിളുകൾ വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു. അവരുടെ സ്വപ്നതുല്യമായ ഏറ്റവും മനോഹരമായ ഒരു സൈക്കിൾ കൊടുക്കുക എന്ന് പറയുന്നത് അത് മനസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു തീരുമാനമാണെന്ന് തിരിച്ചറിയുകയാണ്. പ്രത്യേകിച്ച് സ്കൂളിലെ അധ്യാപിക തൻ്റെ കുട്ടികൾക്ക് സൈക്കിൾ സമ്മാനം കൊടുത്തത് ഒരു മാതൃകാ പ്രവർത്തനമായി അതിനെ കാണുന്നു. സമ്മാനം തരുമെന്ന് ടീച്ചർ പറഞ്ഞിരുന്നെങ്കിലും സൈക്കിൾ തന്നെ വാങ്ങിത്തരുമെന്ന് കുട്ടികൾ പ്രതീക്ഷിച്ചിരുന്നില്ല. സൈക്കിൾ വാങ്ങിത്തരുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ലായിരുന്നു. പഠിക്കാൻ വെറുതെ വന്നതാണെന്നാണ് വിചാരിച്ചത്. ഇന്നലെ ഞങ്ങൾക്ക് സൈക്കിൾ കിട്ടിയപ്പോൾ വളരെ സന്തോഷം. ഞാൻ ആദ്യം കുറച്ച് ഉഴപ്പേനെ. അപ്പം ടീച്ചർ ഒരു ദിവസം ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് LSS കിട്ടിയാലും ഞാൻ സൈക്കിൾ വാങ്ങിച്ചു തരുമെന്ന്. അപ്പം ഞങ്ങൾക്ക് പഠിത്തത്തിൽ കുറച്ചുകൂടെ ഇഷ്ടം വന്ന് ഞങ്ങൾ പഠിച്ച് LSS കിട്ടി. കുട്ടികളുടെ വിജയവും ടീച്ചറുടെ സമ്മാനവുമൊക്കെയായി ഏറെ സന്തോഷത്തിലാണ് സ്കൂളിലെല്ലാവരും. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. ആ കുട്ടികൾ പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങൾ ആദ്യം കുറച്ച് ഉഴപ്പിയിരുന്നു, പക്ഷെ ടീച്ചർ പറഞ്ഞു നന്നായിട്ട് പഠിച്ചാൽ സൈക്കിൾ വാങ്ങിച്ചു തരാമെന്ന്. ഒടുവിൽ ടീച്ചർ ആ വാക്ക് പാലിച്ചു. അഞ്ജന സുകുമാരനുണ്ട് നമുക്കിപ്പം. അഞ്ജന, ഒരു ടീച്ചർ എങ്ങനെയായിരിക്കണം കുട്ടികൾക്ക് എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. കുട്ടികൾ നന്നായി പഠിക്കാൻ വേണ്ടി ടീച്ചറുടെ സമ്മാനം, ആ ഒരു ഓഫർ, ഒടുവിൽ അത് വാക്ക് പാലിക്കുകയും ചെയ്തു അല്ലേ? കുട്ടിക്കാലത്ത് സ്വന്തമായിട്ടൊരു സൈക്കിളൊക്കെ ഉണ്ടാവാന്ന് പറയുന്നത് നമുക്കൊക്കെ പ്രൗഡായിരുന്നിരിക്കാം. എനിക്കൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ കുട്ടികളാകുമ്പോൾ ഏതായാലും സൈക്കിളിനോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. ആ സൈക്കിൾ ചവിട്ടി നടക്കുക, സൈക്കിൾ ചവിട്ടി സ്കൂളിലൊക്കെ പോകാമെന്ന് പറയുമ്പോൾ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ അവരുടെ ഈ ഇഷ്ടത്തെ മനസ്സിലാക്കിക്കൊണ്ട് അത് പഠിക്കാനൊരു പ്രചോദനം എന്ന നിലയിലാണ് ടീച്ചർ ഈ കുട്ടികൾക്ക് സൈക്കിൾ സമ്മാനമായിട്ട് നൽകിയത്. കഴിഞ്ഞ വർഷം കള്ളാട് LP സ്കൂളിലെ കുറച്ച് കുട്ടികൾ, ഒരു 15 കുട്ടികളെ LSS പരീക്ഷ എഴുതി. ആ പരീക്ഷ എഴുതിയപ്പോൾ കുട്ടികളോട് ഇതിന് LSS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ തന്നെ ബീന ടീച്ചറായിരുന്നു കുട്ടികളെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ടീച്ചർ ഈ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ കുറച്ച് കുട്ടികളിങ്ങനെ കുറച്ച് ഉഴപ്പാൻ തുടങ്ങി, കുറച്ച് അലസതയൊക്കെ കാണിക്കാനായിട്ട് തുടങ്ങി ഈ പഠനത്തിൻ്റെ ഇടയിൽ. അപ്പോൾ ടീച്ചർ ഇത് മനസ്സിലാക്കിയിട്ട് ടീച്ചർ ഈ കുട്ടികളോട് പറഞ്ഞു, കുറച്ച് പ്രചോദനം എന്ന നിലയ്ക്ക് നന്നായിട്ട് പഠിച്ച് LSS പരീക്ഷയിൽ നല്ല വിജയമൊക്കെ വാങ്ങുകയാണെങ്കിൽ ടീച്ചർ സ്വന്തമായിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും, ജയിക്കുന്ന എല്ലാവർക്കും തന്നെ സ്വന്തമായിട്ട് സൈക്കിൾ വാങ്ങിക്കൊടുക്കും എന്ന് പറയാണ്. എന്നിട്ട് എക്സാമൊക്കെ കഴിഞ്ഞു. കുട്ടികൾ അപ്പോൾ ഈ എക്സാമിന് മുന്നേ തന്നെ കുട്ടികൾ ഈ ടീച്ചർ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ കുട്ടികൾക്ക് അത് ഭയങ്കര മോട്ടിവേഷനായി, അവർക്കത് ഭയങ്കര പ്രചോദനമായി. പിന്നീട് ആ ഒരു വാശിയില്ല, ആ ഒരു ലക്ഷ്യം, ജയിച്ചാൽ ഏതായാലും ടീച്ചർ സൈക്കിൾ വാങ്ങിച്ചു തരുമല്ലോ എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് കുട്ടികൾ പഠിക്കാൻ തുടങ്ങി. ഇന്നിപ്പോൾ റിസൾട്ട് വരുമ്പോൾ 15 പേര് എക്സാം എഴുതിയതിൽ 10 പേരും വലിയ വിജയം വാങ്ങിച്ചു. LSS പരീക്ഷയിൽ വലിയ വിജയം വാങ്ങിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ 10 കുട്ടികൾക്കും ഇത്തരം അധ്യാപകരുള്ളത് തന്നെ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്കും വലിയ സന്തോഷമല്ലേ? ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്നും ഈ ടീച്ചർ ഉണ്ടാകും. ആ സമ്മാനം കൊടുത്തുകൊണ്ട് മാത്രമല്ല, വാക്ക് പാലിച്ചു ടീച്ചർ, ടീച്ചറുടെ പ്രചോദനം, ഇതൊക്കെ എന്നും അവരുടെ ലൈഫിൽ ഒരു മുതൽക്കൂട്ടായിട്ടുണ്ടാകും.